വെൽക്കം ബാക്ക്. കേരള ഹൈക്കോടതിയിൽ വന്നിരുന്ന 2018 റെഗുലർ സെക്കൻഡ് അപ്പീലില് 2025 ഒരു വേർഡിക്റ്റ് ആണ് ഇന്നത്തെ ടോപ്പിക്. ഹിന്ദു സക്സഷൻ ആക്ട് ആണ് ഇവിടെ നോക്കുന്നത്. ഈ വിധി ഡിനോട്ട് ചെയ്യുന്നത് ഹിന്ദു ധർമ്മശാസ്ത്രത്തിലേക്കാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം മകൾ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപമായാണ് ഹിന്ദുക്കൾ കണ്ടിരുന്നത്. മാത്രല്ല സമാധാനം, സമൃദ്ധി, ഐശ്വര്യം ഇതിനൊക്കെ പ്രതീകമായാണ് സ്ത്രീകളെ ഹിന്ദുമതം കണ്ടിരുന്നത്. എല്ലാ ശുഭകാര്യങ്ങളുടെ ആരംഭത്തില് സ്ത്രീ ആദരിക്കുക എന്നത് ഹൈന്ദവർ വിശ്വസിച്ചു പോന്നിരുന്ന ഒരു കാര്യമായിരുന്നു. മാത്രല്ല വിശേഷ അവസരങ്ങളില് ഹിന്ദുക്കള് കുടുംബത്തിൽ അവർക്കൊരു ഇമ്പോർട്ടന്റ് സ്ഥാനം സ്ത്രീക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഹിന്ദു ധർമ്മശാസ്ത്രം യഥാർത്ഥത്തിൽ പറയുന്നത് പെൺമക്കൾക്ക് കുടുംബത്തിൽ അർഹമായ സ്ഥാനം നൽകി ആദരിച്ച് അവരെ ഉയർച്ചയിലേക്കും നന്മയിലേക്കും എത്തിക്കുക എന്നതാണ്. അതായത് സ്ത്രീയെ പൂജിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഹൈന്ദവ ധർമ്മം. പിന്നീട് ഇത് അട്ടിമറിക്കപ്പെട്ടു. നൂറ്റാണ്ടുകൾ കുറെ കഴിഞ്ഞു പോയപ്പോ ഈ ഹൈന്ദവ ധർമ്മം ഹിന്ദുക്കൾ തന്നെ ഇല്ലാതാക്കി, അട്ടിമറിച്ചു. കാരണം ഈ പ്രാചീന കാലം തൊട്ടേ നമ്മുടെ നാടുകളില് പുറനാടുകളിൽ നിന്ന് ഇന്ത്യയിലേക്ക് അധിനിവേശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പല വിഭാഗങ്ങളിലും സ്ത്രീയെ അടിമയായിട്ടോ അല്ലെങ്കിൽ അതിലും താഴെയായിട്ടാണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികളിൽ അരക്ഷിത ബോധം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ സ്വത്തവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ വിവാഹത്തിന് പുരുഷന് പണം കൊടുക്കുന്ന ഒരു ഡൗറി സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്ത്രീകൾ അടിമയായി കണ്ടിരുന്നു. മാത്രമല്ല സ്ത്രീകളെ അപമാനിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യുന്നത് ഒരു തെറ്റല്ല എന്ന് വിശേഷിപ്പിച്ചിരുന്നു. വിവാഹശേഷം എന്തെങ്കിലും അപായപ്പെടുത്തി വധിച്ചു കളയുന്ന ഒരു ബ്രേഡ് ബേണിംഗ് സിസ്റ്റം നിലനിന്നിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ഹിന്ദുക്കൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്നു ഇതാണ് ഹിന്ദു ധർമ്മം എന്നത്. കേരള ജോയിന്റ് ഹിന്ദു ഫാമിലി സിസ്റ്റം അബോളിഷൻ ആക്ട് 1975 സെക്ഷൻ 3 ഉം 4 ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. കുടുംബപരമായിട്ട് അത്യാവശ്യ സ്വത്തുള്ളവരാണ് ഈ കേസിൽ പറയുന്ന ഫാമിലി. എല്ലാ സ്വത്തുക്കളും ബില്ല് പ്രകാരം പിതാവ് അയാളുടെ പെൺമക്കൾ അറിയാതെ ഒറ്റ മകന് എഴുതി കൊടുക്കുന്നു. പിതാവിന്റെ ഈ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയില് പെൺമക്കൾക്കും അവകാശമുണ്ടെന്ന് ഉന്നയിച്ചുകൊണ്ട് ഈ പെൺമക്കള് കീഴ്ക്കോടതിയെ സമീപിക്കുകയാണ്. പിന്നീട് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുന്നു. വിവിധ നിയമങ്ങൾ പരിശോധിച്ച ശേഷം ഹൈക്കോടതി അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിക്കുകയാണ്. പിതാവിന്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി അതൊരു ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ആണ് എന്നതുകൊണ്ട് തന്നെ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം ജനനം മുതൽ സ്വത്ത് എല്ലാ മക്കൾക്കും തുല്യ അവകാശമുള്ളതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു വിധിയില് ഹൈക്കോടതി പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് നോക്കാം. ആദ്യത്തേത്, സെൻട്രൽ ഗവൺമെന്റിന്റെ നിലവിലുള്ള നിയമത്തിന്റെ മുകളില് മറ്റേത് സ്റ്റേറ്റിന്റെയും നിയമങ്ങൾ നിലനിൽക്കില്ല എന്നത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതുപോലെ ഈ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് മുൻകാലങ്ങളിലൊക്കെ ഹിന്ദു നിയമപ്രകാരം പെൺകുട്ടികൾക്ക് അവകാശം ഇല്ല എന്ന് പറഞ്ഞു വന്നിരുന്ന വിധികളൊന്നും ഈ വിധിക്ക് മുകളിൽ വരില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല പിതാവ് ഈ 4 പെൺമക്കൾ അറിയാതെയാണ് രഹസ്യമായിട്ട് വില്ല് എഴുതിയത്. അതിനൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ടാണ് കോടതി കാണുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മുടെ നാട്ടിലെ റവന്യൂ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആൻസെസ്ട്രൽ പ്രോപ്പർട്ടീസ് പാർട്ടീഷൻ ചെയ്ത് നൽകാനുള്ള യാതൊരുവിധ അധികാരവും ഈ റവന്യൂ ഓഫീസേഴ്സിന് ഇല്ല എന്ന് കോടതി പറയുന്നുണ്ട്. ഒന്നെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്സ് വേണം, അല്ലെങ്കിൽ കോർട്ട് ഓർഡർ വേണം. നമ്മുടെ നാട്ടിലുള്ള സിവിൽ കോടതികൾക്കാണ് യഥാർത്ഥത്തിൽ പാർട്ടീഷൻ ചെയ്ത് നൽകാനുള്ള എല്ലാ അവകാശങ്ങളും ഉള്ളതെന്ന് ഹൈക്കോടതി ഈ ഒരു വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആയിട്ട് മാറിയിട്ടുള്ള ഈ ഒരു കേസിന്റെ വേർഡിക്റ്റ് സമ്മറൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളാണ്. ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം എല്ലാ പെൺകുട്ടികൾക്കും ആൻസെസ്ട്രൽ പ്രോപ്പർട്ടീസ് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുന്നത് ഈക്വൽ ആയിട്ടായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ വില്ലോ ഡോക്യുമെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അത് രഹസ്യമായിട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു സിവിൽ റവന്യൂ ഓഫീസേഴ്സ് ഇങ്ങനെയുള്ള ആൻസെസ്ട്രൽ പ്രോപ്പർട്ടീസ് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുവാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. ഇതിനുള്ള അധികാരം മുഴുവൻ പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുവാനുള്ള അവകാശം കോടതിക്കാണ് ഉള്ളതെന്ന് ഹൈക്കോടതി ഈ ഒരു കേസിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. വളരെ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു കേസിൽ ജസ്റ്റിസ് ഈശ്വര വേർഡിക്റ്റ് പറയുമ്പോൾ ചില വാക്കുകൾ പറയുന്നുണ്ട്.
ഒരു മകൾ 10 ആൺമക്കൾക്ക് സമമാണെന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വേർഡിക്റ്റ് ജസ്റ്റിസ് ഈശ്വര പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ കേരളത്തിന്റെ സ്വത്തവകാശത്തിന്റെ ലാൻഡ്മാർക്ക് കേസായിട്ട് ഈ വിധി മാറുകയാണ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു.